ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവം വല്ലാതെ എന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, അലൻ എന്നൊരു 19-കാരൻ തിരുവനന്തപുരത്ത് കൊല്ലപ്പെട്ടു. കാരണം എന്താണെന്ന് അറിയുമോ? തിരുവനന്തപുരം മോഡൽ സ്കൂളിലെ 2 വിഭാഗം കുട്ടികൾ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായി. സംഘർഷം ഉണ്ടായത് ഫുട്ബോൾ കളിയുടെ പേരിലാണ് സംഘർഷം ഉണ്ടായത്. അപ്പോൾ കുട്ടികൾ ചേരിതിരിഞ്ഞു, അവർ തമ്മിൽ സംഘർഷം ഉണ്ടായി. ഇതിനിടയിൽ ചെന്ന് കയറാൻ ശ്രമിച്ച ഒരു 19-കാരൻ അലൻ കൊല്ലപ്പെട്ടതും വളരെ നിഷ്ഠൂരമായിട്ടാണ്. ഒറ്റ കുത്തിന് അയാളെ കൊലപ്പെടുത്തിയ ഒരു വിദ്യാർത്ഥി. ആലോചിച്ച് നോക്കിയാൽ 2 കുടുംബം വഴിയാധാരമായി. നമ്മൾ അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം, ഒരു നിസ്സാര പ്രശ്നം, അതായത് ഫുട്ബോൾ കളിയിൽ ഉണ്ടായ ഒരു അഭിപ്രായ തർക്കത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളരെ ചെറിയ പ്രകോപനത്തിൽ പോലും ആളെ കൊല്ലും എന്നുള്ളൊരവസ്ഥ സങ്കടകരമാണ്. പ്രൈം ടൈം ആരംഭിക്കുന്നു. യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഞാൻ പറഞ്ഞ വാർത്തയിലേക്ക് തന്നെ വരികയാണ്. തിരുവനന്തപുരം നഗരത്തിൽ 19-കാരനെ കുത്തിക്കൊലപ്പെടുത്തി. രാജാജി നഗറിലെ അലൻ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. തിരുവനന്തപുരം മോഡൽ സ്കൂളിലെ ഫുട്ബോൾ മത്സരത്തിലെ തർക്കമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതിയെന്ന് സംശയിക്കുന്ന സന്ദീപ് എന്നൊരാൾ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഇയാൾ കാപ്പ കേസ് പ്രതിയെന്നും സൂചനയുണ്ട്. മനീഷ് മഹിവാൽ തിരുവനന്തപുരം ചേരുന്നു. മനീഷ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഒറ്റക്കുത്തിന് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് കേട്ടു. അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? അക്ഷരാർത്ഥത്തിൽ ഈ നഗരത്തെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമായിരുന്നു. ഇന്ന് വൈകിട്ട് നഗരത്തിൽ വലിയ സംഘർഷം വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ മോഡൽ സ്കൂളിൽ ഇന്നൊരു ഫുട്ബോൾ മത്സരം നടന്നു. അങ്ങനെ ഫുട്ബോൾ മത്സരത്തിൽ തോറ്റ ടീമിനെ കളിയാക്കിയതിനുണ്ടായ തർക്കം പിന്നീട് സ്കൂളിനകത്ത് വെച്ച് സംഘർഷം ഉണ്ടാകുന്നു. അത് സ്കൂളിന്റെ പുറത്തേക്ക്, മോഡൽ സ്കൂളിന്റെ പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നു. അങ്ങനെ ഇന്ന് 4 മണിക്ക് ശേഷം പലയിടങ്ങളിലും വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായി. ഈ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി 2 വിഭാഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് 2 സ്ഥലങ്ങളിൽ നിന്നും മുതിർന്ന ആളുകൾ, ഈ സ്കൂളിൽ പഠിക്കുന്നതായിട്ടുള്ള ആളുകളല്ല, മുതിർന്ന ആളുകൾ ഈ സ്ഥലത്ത് തൈക്കാട് പ്രദേശത്തെത്തി. അവിടെ എത്തിയ ഒന്ന് ജഗതി കോളനിയിലെ ആളുകളാണ്, മറ്റൊന്ന് രാജാജി നഗറിലെ ആളുകൾ. അങ്ങനെ രാജാജി നഗറിലെ ആളുകളും ജഗതി കോളനിയിലെ ആളുകളും തമ്മിൽ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ച് തമ്മിലടിച്ചു. വിദ്യാർത്ഥികളും ഈ സംഘർഷത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ 30ഓളം പേർ വരുന്ന സംഘർഷമാണ് തൈക്കാട് ശാസ്താ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഉണ്ടായിരുന്ന. നാട്ടുകാരൊക്കെ തന്നെ ഏറെ നേരം ഞെട്ടിയിരുന്നു. അങ്ങനെ മിനിറ്റുകളോളം ഈ സംഘർഷം ഉണ്ടായിരുന്നു. മിനിറ്റുകൾക്കിടയിൽ ഈ സംഘർഷം മാറി നിൽക്കുന്നപ്പോഴാണ് ഒരാൾ മാത്രം താഴെ വീഴുന്നത് കാണുന്നത്. കാരണം ഈ സംഘർഷത്തിനിടയിൽ വെച്ച് ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് ആർക്കും അറിയില്ല. ചെറിയൊരു മുറിവ് മാത്രം ഈ ഹൃദയഭാഗത്ത്, നെഞ്ചിന്റെ ഭാഗത്ത് കണ്ടു. പക്ഷേ പിന്നീട് നോക്കിയപ്പോഴത്തെ ഈ തലയിറങ്ങി വീണു എന്ന് മനസ്സിലാക്കി പിന്നീട് രക്തം വാർന്നപ്പോഴാണ് അലൻ എന്ന 19 വയസ്സുകാരൻ രാജാജി നഗറിൽ താമസിക്കുന്ന അലന്റെ ഈ നെഞ്ചിന്റെ ഭാഗത്ത് ആഴത്തിൽ, അതും ഒരു നേർത്ത കത്തി കൊണ്ട് ആഴത്തിൽ കുത്തിയ പാട് കാണുന്നു. ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ അലന്റെ ജീവൻ നഷ്ടമായിരുന്നു. ഈ സംഘർഷത്തിൽ ജഗതി സ്വദേശികളായിട്ടുള്ള കുറച്ച് ആളുകൾ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഈ സ്കൂൾ പരിസരത്ത് എത്തിയിരുന്നു. അങ്ങനെ ജഗതി സ്വദേശിയായിട്ടുള്ള ഒരാളാണ് കത്തികൊണ്ട് ഈ അലൻ എന്ന 19-കാരനെ കുത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അങ്ങനെ കാപ്പ കേസിലടക്കം പ്രതിയായിട്ടുള്ള, കാപ്പ ലിസ്റ്റിലടക്കം ഉള്ള ഒരു സന്ദീപ് എന്ന ആളെ നിലവിൽ കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അവിടെ CCTV ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഈ 30 പേർ തമ്മിലുള്ള കൂട്ടയിടിയിൽ ആരാണ് കുത്തിയെന്നടക്കമുള്ള ഒരു ദൃക്സാക്ഷി മൊഴികളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ മറ്റ് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ചോദ്യം ചെയ്തു വരുന്നത്. ഇയാൾ തന്നെയാണ് കുത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇനി വരുന്ന മണിക്കൂറുകളിൽ ഈ ചോദ്യം ചെയ്യൽ ഇയാൾ കുറ്റം സംബന്ധിക്കും, ഇയാൾ തന്നെയാണ് പ്രതി എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും. ഇനി അലനെ സംബന്ധിച്ച്, അലൻ 19 വയസ്സുകാരനാണ്. അലൻ നേരത്തെ മഹാരാഷ്ട്രയിൽ ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് ചെയ്ത ശേഷം നിലവിൽ തിരുവനന്തപുരത്ത് 1-2 മാസമായി തിരുവനന്തപുരത്തുണ്ട്. 2 മാസങ്ങൾക്ക് ശേഷം വിദേശത്തേക്ക് ഈ ജോലിയുടെ ഭാഗമായി പോകാനിരിക്കെയാണ് അലൻ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ തങ്ങളുടെ വാർഡിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥതയുടെ ഭാഗമായി ഈ സംഘർഷ സ്ഥലത്തേക്ക് ചെല്ലുന്നതും അവിടെ വെച്ച് നിലവിൽ കുത്തേൽക്കുകയും ചെയ്തിട്ടുള്ള അലന് മാതാവ് മാത്രമാണുള്ളത്. അലന്റെ സഹോദരിയും അലന്റെ അച്ഛനും നേരത്തെ തന്നെ മരണപ്പെട്ടതാണ്. വീട്ടിൽ അമ്മ മാത്രമാണുള്ളത് അലനുള്ളത്. അലൻ അടുത്ത 2 മാസങ്ങൾക്ക് ശേഷം വിദേശത്ത് പോകാനിരിക്കുകയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നതാണെങ്കിലും നഗരത്തെ ഞെട്ടിക്കുന്ന സംഭവമാണ്. പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. മറ്റ് ഈ സംഘർഷത്തിന് ഭാഗപ്രതികൾക്കായി അരിച്ചു പെറുക്കുകയാണ്. എന്താണെങ്കിലും നഗരത്തെ ഞെട്ടിക്കുന്ന ഈ സംഭവത്തിൽ പൊലിഞ്ഞത് ഒരു 19-കാരന്റെ ജീവനാണ്. സ്കെയിൻ ഓക്കെ, വല്ലാത്ത സംഭവമാണ് ഉണ്ടായത്. 19-കാരൻ ജീവൻ പൊലിഞ്ഞു. അതും ഫുട്ബോൾ. പലപ്പോഴും സൗഹൃദം കൂട്ടാനും ആളുകൾ തമ്മിലുള്ള ബന്ധം അരക്കിട്ട് ഉറപ്പിക്കാനും വേണ്ടിയാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ ഈ
കാൽപന്ത് കളി കൊണ്ട് കൂടുതൽ നമുക്ക് ഒന്നിച്ചു ചേരാനും ഇഴുകിച്ചേരാനും സൗഹൃദം കൂട്ടാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ഈ അലൻ്റെ ചിത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ ജഗതി സ്വദേശികളായ ആളുകളാണ് കുത്തിയതെന്നാണ് പറയുന്നത്. ഒറ്റക്കുത്തിന് തന്നെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. ഒരു ചെറിയ കളിയുടെ പേരിൽ, ഒരു ഫുട്ബോൾ കളിയിലുണ്ടായ ചെറിയൊരു തർക്കത്തിൻ്റെ പേരിൽ ഒരാളെ കുത്തി കൊലപ്പെടുത്തുക എന്ന് പറയുന്നത്, പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കളിക്കാൻ പോകുന്നത് എന്നുള്ളതും മറ്റൊരു വിഷയമാണ്. എന്തായാലും ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. ഇത്തരമൊരു അപരാധം ചെയ്ത ആളുകളെ, ഒരാളെ പോലും രക്ഷപ്പെടാൻ പോലീസ് അനുവദിച്ചുകൂടാ. കാര്യം നമുക്ക് പ്രൈം ടൈം തുടങ്ങാൻ വരുമ്പോൾ തന്നെ ഇങ്ങനെ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ നടുങ്ങിപ്പോകുന്നു. അപ്പോൾ ഈ ബന്ധുക്കൾക്കൊക്കെ എന്തായിരിക്കും ഇന്നത്തെ രാത്രിയിലെ അവസ്ഥ, നമുക്കത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് പ്രേക്ഷകർ ഇതിനെക്കുറിച്ചൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രതികരണത്തിൻ്റെ ഊർജ്ജവും ഒക്കെ എനിക്ക് മനസ്സിലാകുന്നു. അതൊക്കെ ഞാൻ ആ പ്രതികരണത്തിലേക്കൊക്കെ വരാം. ഇനി മറ്റൊരു വാർത്തയ്ക്കായി കോഴിക്കോട്ടേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് UDF തിരിച്ചടി. കോർപ്പറേഷനിലേക്കുള്ള UDF മേയർ സ്ഥാനാർത്ഥി VM വിനുവിന് വോട്ടില്ല. പുതുക്കിയ പട്ടികയിലാണ് ചലച്ചിത്ര സംവിധായകനായ VM വിനുവിൻ്റെ പേര് കാണാഞ്ഞത്. വോട്ടർ പട്ടികയിൽ വ്യാപകമായി ക്രമക്കേട് നടക്കുന്നതിന്റെ ഉദാഹരണമാണിതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇതൊരു കോൺസ്പിറൻസി തന്നെയാണ്. അതായത് ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തുടക്കം മുതൽ പറഞ്ഞു വരുന്ന വോട്ടർ പട്ടികയിലെ കൃത്രിമത്തിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണം തന്നെയാണ് ഈ സംഭവം. ഇതിപ്പോൾ ഞങ്ങൾ ഇന്നതാ നാളെ ത്വരിതഗതിയിൽ പരിശോധിക്കാൻ പോവാ. ഞങ്ങൾ കുറേ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇവിടുത്തെ നേതാക്കളുണ്ട്. ഞങ്ങൾ കാലാകാലങ്ങളായി ചെയ്തിരുന്നത് വോട്ടർ പട്ടിക കരട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാറ് 18 വയസ്സ് വരെ ചേർക്കാനുള്ള ലിസ്റ്റ് എടുക്കും, മരിച്ചവരെ നീക്കം ചെയ്യാൻ എടുക്കും, വീട് മാറിയപ്പോൾ നീക്കം ചെയ്യും, പുതുതായി വീട് വെച്ച് ചേർക്കാൻ ശ്രമിക്കും. ഈ പ്രോസസ്സാണ് കാലം എടുക്കുന്നത്. ഇത്രയും ജനാധിപത്യ ശക്തമായ ഒരു രാജ്യത്ത് 18 വയസ്സുകാരുടെ വോട്ടൊരു കാരണമില്ലാതെ തള്ളൂ എന്ന് സ്വപ്നത്തിൽ കരുതാൻ സാധിക്കുമോ? നടന്നത് വലിയ ഗൂഢാലോചന എന്നാണ് VM പറയുന്നത്. കോടതി തന്നെയാണ് ഇനിയുള്ള മാർഗം എന്നുകൂടി VM പ്രതികരിച്ചു. എൻ്റെ ഒരു വോട്ടിൻ്റെ ഈ പ്രശ്നത്തിൻ്റെ മുകളിലും ഇതുപോലെ കേരളത്തിലൊക്കെ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ വിചാരിക്കും ലക്ഷക്കണക്കിന് ബീഹാറിലെ ജനങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടു പോയവരുടെ വിഷമം എന്തായിരിക്കും? ഇതൊരു ജനാധിപത്യ രാജ്യമാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ വോട്ട് നിഷേധം എന്ന് പറയുന്ന ജനാധിപത്യത്തിന് നേർക്കുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ അത്രയും വർഷമായിട്ട് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും എനിക്ക് വോട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇവിടുത്തെ പൗരനാണ്, എൻ്റെ അവകാശമാണിത്. കോഴിക്കോട് നിന്ന് നിഖിൽ പരമേഷ് വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, VM വിനുവിന് വോട്ടില്ല, പ്രത്യേകിച്ച് കോഴിക്കോട്ടെ UDF മേയർ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് വോട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ജനാധിപത്യ അവകാശമാണ് ധംസിക്കപ്പെട്ടത്. പറയൂ. തീർച്ചയായിട്ടും സ്കേൻ. ഗുഡ് ഈവനിങ്. VM വിനു നമുക്കറിയാം UDF ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തെ ഒരു മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കാനായിരുന്നു കോൺഗ്രസിന്റെ നീക്കം. അതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രചരണങ്ങളും കഴിഞ്ഞ ദിവസം നടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഈ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വോട്ടില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതിനെതിരെ അതൊരു രാഷ്ട്രീയ വിഷയമായി ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരികയാണ് കോൺഗ്രസ്. നാളെ ഹൈക്കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കും. അല്പസമയം മുൻപ് അദ്ദേഹം DCCയിൽ ഉണ്ടായിരുന്നു. പ്രവീൺകുമാറൊക്കെ സംസാരിക്കും. മുതിർന്ന നേതാക്കൾ എല്ലാവരും DCCയിൽ ഉണ്ടായിരുന്നു. അവർ കൂടിയാലോചന നടത്തി. നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുമെന്നും ഹൈക്കോടതി വഴി തങ്ങൾക്കിത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ മുൻപ് DCC പ്രസിഡന്റ് മുതിർന്ന നേതാവായിട്ടുള്ള KC അബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ബീഹാറിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് പോലെയുള്ള ഒരു വോട്ട് ചോരിയുടെ ഭാഗമാണ് എന്നാണോ നിങ്ങൾ അവകാശപ്പെടുന്നത്? അദ്ദേഹം കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷന് വോട്ട് ചെയ്തിട്ടുണ്ട്, അതിനു മുമ്പും വോട്ട് ചെയ്തിട്ടുണ്ട്, പാർലമെൻറ്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം 18 വർഷമായി വീട് മാറി താമസിച്ചല്ല, ഈ ഒരേ വീട്ടിൽ താമസിക്കുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഇടതുവശത്തെ വീട്ടിലുള്ള ആളുകൾക്ക് വോട്ടുണ്ട്, വലതുവശത്ത് താമസിക്കുന്നവർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇദ്ദേഹം 1 വർഷമായി കോൺഗ്രസിൻ്റെ വേദികളിൽ പരസ്യമായി രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ ഞങ്ങൾ സാംസ്കാരിക രംഗത്തുള്ള അറിയപ്പെടുന്ന ആളുകളെ കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളാക്കി ഇത്തവണ പ്രഖ്യാപിക്കും, അവതരിപ്പിക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായും വിനു അടുത്ത മേയർ സ്ഥാനാർത്ഥിയാണ് UDF എന്ന് ഞങ്ങൾ പറയാതെ തന്നെ പല ചാനലുകളിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് തന്നെ പറയട്ടെ, അല്ലെ ബീഹാർ മോഡൽ ഒരു അദ്ദേഹത്തെ വോട്ട് കുടുംബത്തോടെ തന്നെ അടയ്ക്കപ്പെട്ടു വരും. പക്ഷേ ഞങ്ങളിപ്പോൾ DCC പ്രസിഡന്റ് ഒരു പ്രഖ്യാപനം നടത്തി.
വിനുവിന് ഞങ്ങൾ സീറ്റ് കൊടുത്തത് കല്ലായിൽ മാത്രമാണ്. വിനു കല്ലായിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി മാത്രമായിരുന്നു. എന്നാൽ ഈ ഇലക്ഷനിൽ വിനു 76 ഡിവിഷനുകളിലെയും സ്ഥാനാർത്ഥിയായി മാറുകയാണ്. അവിടെയൊക്കെ അദ്ദേഹം പ്രചരണത്തിന് എത്തുമെന്ന് എല്ലായിടത്തും അദ്ദേഹം പ്രചരണം നടത്തും. പിന്നെ ഒരു കൗൺസിലർ ഇത്രയൊക്കെ ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ മത്സരരംഗത്തേക്ക് തിരികെ വരാൻ പറ്റുമോ? എന്താണ് അങ്ങ് മനസ്സിലാക്കുക? ഞങ്ങൾ നിശ്ചയമായും പ്രതീക്ഷിക്കുന്നത് കളക്ടർ ഇന്നിപ്പോൾ പോയി കളക്ടർ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വോട്ട് പുനഃസ്ഥാപിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ കോടതിയിൽ പോയി പ്രഗത്ഭനായ അഭിഭാഷകനായ പൂന്താനത്തെ കൊണ്ട് ഞങ്ങൾ കോടതിയിലും പോകും. കോടതി ഞങ്ങൾക്ക് നീതി കിട്ടും എന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇപ്പോൾ വി എം വിനുവും വ്യക്തമാക്കുന്ന കാര്യം അത് തന്നെയാണ്. ഹൈക്കോടതി നാളെ തന്നെ സമീപിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും തനിക്ക് മത്സര രംഗത്തേക്കും തന്റെ വോട്ട് പുനഃസ്ഥാപിക്കാനും കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവെക്കുകയാണ്. ഇത് സംഭവിച്ചിട്ടുള്ളതെന്നോ ആലോചിച്ച് നോക്കൂ. അതായത് ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു, അതിന് പിന്നാലെയാണ് ഇത് പരിശോധിക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ DCC പ്രസിഡന്റിനോട് നമ്മൾ ചോദിച്ച ചോദ്യം, സ്ഥാനാർത്ഥിയാക്കുന്നതിന് മുൻപ് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വോട്ടർ പട്ടിക അദ്ദേഹത്തിന്റെ പേരുണ്ടോ എന്ന് പരിശോധിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ ഒരു പൗരന്, രാജ്യത്തെ ഒരു പൗരനാണ്. കഴിഞ്ഞ പാർലമെന്ററി തെരഞ്ഞെടുപ്പിലടക്കം വോട്ട് ചെയ്തതിന്റെ സ്ലിപ്പ് അടക്കം അദ്ദേഹം പ്രദർശിപ്പിക്കുന്നുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ. സ്വാഭാവികമായിട്ട് ഈ വോട്ട് നീക്കപ്പെടുമെന്ന് ആരും കരുതുന്നില്ലല്ലോ. അതായത് അദ്ദേഹം വീട് മാറിയിട്ടില്ല, അദ്ദേഹം 18 വർഷമായി ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വോട്ട് അവിടെ നിലനിൽക്കാൻ സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടും അദ്ദേഹത്തിന് അർഹതയുണ്ട്. എന്നിരിക്കെ ഏതു പശ്ചാത്തലത്തിലാണ് വി എം വിനുവിന്റെയും കുടുംബത്തിന്റെയും വോട്ട് പൂർണ്ണമായി നീക്കപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇതിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് DCC പ്രസിഡന്റ് അടക്കം വിശദീകരിക്കുന്നത്. അതായത് കഴിഞ്ഞ ഒരു വർഷമായി കോൺഗ്രസിന്റെ വിവിധ വേദികളിൽ വി എം വിനു എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപക്ഷെ സ്ഥാനാർത്ഥിയായേക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടൊരു അട്ടിമറി ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്, ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. എന്തായാലും നാളെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ തീരുമാനമെന്ന് മാത്രമല്ല, ഇനി ഏതൊക്കെ സ്ഥാനാർത്ഥികളുടെ പേരിങ്ങനെ നഷ്ടമാക്കപ്പെട്ടിട്ടുണ്ട്, തള്ളപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് കൂടി കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചലച്ചിത്ര സംവിധായകനും കോഴിക്കോട്ടെ UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായ വി എം വിനുവിന് വോട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ വാർത്ത തന്നെയാണ്. അത് തിരുവനന്തപുരത്ത് നടന്ന ഈ 19കാരനെ ഒറ്റക്കുത്തിന് കൊലപ്പെടുത്തിയ കേസിൽ പല പ്രേക്ഷകരും ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മു എന്ന് വിളിക്കുന്നവരുണ്ട്. ഈ കുട്ടികളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആകുന്നത്? പല പ്രേക്ഷകരും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഈ പ്രതികരണമൊക്കെ അതിൻ്റെ അർഹിക്കുന്ന കരുത്തിൽ ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. നമ്മുടെ സമൂഹത്തിന് പലപ്പോഴും അത് മനസ്സിലാകുന്നില്ല എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം. മറ്റൊരു വാർത്തയിലേക്ക്. NCP സംസ്ഥാന ഘടകത്തിൽ വീണ്ടും നേതൃമാറ്റത്തിനായി കലാപം. PC ചാക്കോയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മടക്കിക്കൊണ്ടുവരാൻ ലക്ഷ്യം വെച്ചാണ് ഈ നീക്കം. നിലവിലുള്ള അധ്യക്ഷൻ തോമസ് കെ തോമസിന് സംഘടന ശക്തിയായി കൊണ്ടു നടക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാണ് PC ചാക്കോയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം തുടങ്ങിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നേതൃമാറ്റം നടത്തുക എന്ന ലക്ഷ്യമിട്ട് ഈ മാസം 20-ാം തീയതി PC ചാക്കോ ശരത് പവാറിനെ കാണും. പ്രൈം ടൈം എക്സ്ക്ലൂസീവുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, പെട്ടെന്ന് ഇങ്ങനെ ഒരു ബുദ്ധി വരാൻ എന്തായിരിക്കുമോ കാരണം PC ചാക്കോയ്ക്ക്? SKN NCP സംസ്ഥാന ഘടകത്തിൽ വീണ്ടും ഒരു കലാപത്തിനുള്ള ആഹ്വാനമാണ് തുടങ്ങിയിരിക്കുന്നത്. NCP സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് PC ചാക്കോയെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു വിഭാഗത്തിൻ്റെ നീക്കമാണ് പാർട്ടിക്കകത്ത് വീണ്ടും കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തോമസ് കെ തോമസിനെ മാറ്റി PC ചാക്കോയെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് സജീവമായി നടക്കുന്നത്. NCPയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലും മറ്റും PC ചാക്കോ മടങ്ങി വരണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രസ്താവനകളും പോസ്റ്റുകളും മറ്റും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതിനോട് പാർട്ടി നേതൃത്വം അനുകൂലമായി പ്രതികരിക്കുന്നുണ്ട്. PC ചാക്കോയുടെ മൗനാനുവാദത്തോടു കൂടിയാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. PC ചാക്കോയ്ക്കും കേരള രാഷ്ട്രീയത്തിലേക്ക്, കേരളത്തിലെ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് മടങ്ങി വരണമെന്ന് താല്പര്യമുണ്ട്. എന്നാൽ കേരളത്തിൽ നിന്ന് തന്നെ ഒരാവശ്യം ഉയർന്നു. അങ്ങനെ താൻ ദേശീയ നേതൃത്വത്തിൻ്റെ അനുവാദത്തോടു കൂടി അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങി വരുന്നു എന്ന തരത്തിൽ കാര്യങ്ങൾ മാറണമെന്നാണ് ചാക്കോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള അത്തരം ചില അഭ്യർത്ഥനകൾ ഇപ്പോൾ NCPയുടെ സംസ്ഥാന ഘടകത്തിനുള്ളിൽ നിന്ന് ഉയരുന്നത്. തോമസ് കെ തോമസ് അധ്യക്ഷനായിട്ട് ഏതാണ്ട് ഒരു വർഷമാകുന്നതേ ഉള്ളൂ. അതൊരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടാണ് തോമസ് കെ തോമസിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. മന്ത്രിസ്ഥാനത്ത് ശശീന്ദ്രൻ നേതൃത്വമ്പോൾ മറിച്ച് മറ്റൊരു MLA ആയ തോമസ് കെ തോമസിന് പാർട്ടി അധ്യക്ഷ സ്ഥാനം നൽകുന്നുവെന്നാണ് അന്നത്തെ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ തോമസ് കെ തോമസിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കത്തിനും മന്ത്രി AK ശശീന്ദ്രൻ്റെ പിന്തുണയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടി അറിവോടുകൂടിയാണ് ഈ നീക്കം നടക്കുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. എന്തായാലും തോമസ് കെ തോമസ് അധ്യക്ഷനായ ശേഷം പാർട്ടി സംഘടനാപരമായി വലിയ തോതിൽ ശോഷിക്കപ്പെട്ടു, ദുർബലപ്പെട്ടു എന്നതാണ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അർഹമായ സീറ്റ് നേടി
നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അധ്യക്ഷൻ്റെ ജില്ലയായ ആലപ്പുഴയിൽ പോലും ജനാധിപത്യ കേരള കോൺഗ്രസിന് പിന്നിലായി അതിൽ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് NCPക്ക് നേടാനായത്. കാസർഗോഡ് മുന്നണിയിൽ പോലും ഇല്ലാത്ത സ്ഥിതിയാണുള്ളത്. ഇങ്ങനെ ജില്ലയിലും സംസ്ഥാനത്തും ആകെ സംഘടനാപരമായി NCP ദുർബലപ്പെട്ടു. അതുകൊണ്ട് PC ചാക്കോയെ മടക്കിക്കൊണ്ടുവന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്ന ആവശ്യമാണ് NCPക്കകത്തുള്ളത്. ഈ ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ മാസം 20-ന് ശേഷം NCP ദേശീയ അധ്യക്ഷനായ ശരത് പവാറിനെ PC ചാക്കോ കാണും. കേരളത്തിൽ ഇത്തരമൊരു മുറവിളി ഉയരുന്നു എന്ന കാര്യം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് PC ചാക്കോയുടെ ഡൽഹി സന്ദർശനം. എന്തായാലും ചാക്കോയുടെ ഇടപെടൽ ഫലം കണ്ടാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് PC ചാക്കോ മടങ്ങി വരാനാണ് സാധ്യത. ഓക്കെ, താങ്ക് യു ആർ ശ്രീജിത്ത്. കണ്ണന്താഴ് ചോദിക്കുന്നു, ഇത്രയും നാൾ ഈ വോട്ടുണ്ടോന്ന് വോട്ടർ പട്ടികയെ നോക്കാതെ ഇപ്പം കിടന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എല്ലാ തവണയും ഈ VM പറയുന്ന എല്ലാ തവണയും അദ്ദേഹം വോട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് അവിടെ കാണും എന്ന വിശ്വാസത്തിലിരുന്നതാവും. അതിനിപ്പോൾ നമുക്ക് അദ്ദേഹത്തെ പഴിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഗോകുൽ കെ വേണുഗോപാൽ ഒരു വാർത്ത അറിയിക്കുന്നു. മലപ്പുറം വഴിക്കടവ് കവളപ്പൊയ്യയിൽ മഴയിൽ വീട് തകർന്നുപോയി. ആനിപ്പുളികുന്നിൽ ശാന്തയുടെ വീടാണ് തകർന്നുപോയത്. 2 കുട്ടികൾക്ക് നിസ്സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ആദർശ് എന്നിവർക്കാണ് പരിക്ക് പറ്റിയത് എന്നുള്ള വാർത്തയാണ് വരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം ഞാറക്കലിൽ യുവാവിന് ക്രൂരമായ മർദ്ദനമേറ്റു. ഞാറക്കൽ സ്വദേശി അഖിൽ ജോഷിക്കാണ് 3-അംഗ സംഘത്തിന്റെ മർദ്ദനമേറ്റത്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ആദ്യം നമുക്ക് ആ ദൃശ്യമൊന്ന് നോക്കാം. കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി വിവരങ്ങളുമായി ചേരുന്നു. ആൻമരിയ, നമുക്ക് വാർത്തകളിലേക്ക് കടക്കുമ്പോൾ തന്നെ കുത്തും കൊലപാതകവും അടിയും പിടിയും വഴക്കും അത് മാത്രമേ ഉള്ളല്ലോ നാട്ടിൽ. പറയൂ. തീർച്ചയായും ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ്. കഴിഞ്ഞ ദിവസം രാത്രി അഖിൽ ജോഷിയെ സുഹൃത്ത് വീട്ടിൽ വന്ന് വിളിക്കുന്നു. പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞാണ് വീട്ടിലേക്ക് വരുന്നത്. പിന്നീട് അഖിൽ ജോഷിയും സുഹൃത്തും വീട്ടിലേക്ക് പുറത്തേക്ക് പോകുന്നു. പുറത്തെത്തിയതിനു ശേഷം 3 പേർ ചേർന്ന് അഖിൽ ജോഷി അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദിച്ചവരും സുഹൃത്തുക്കളാണ് എന്നാണ് പോലീസ് പറയുന്നത്. അഖിൽ ജോഷിയും ഈ മർദ്ദിച്ച യുവാക്കളും തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളെ തുടർന്നുകൊണ്ട് പല തവണയായിട്ട് ഇവർ തമ്മിൽ വഴക്കുകളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുൻവൈരാഗ്യമാണ് ഈ രീതിയിൽ ഒരു മർദ്ദനത്തിൽ കലാശിച്ചിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഗുരുതരമായിട്ട് അഖിൽ ജോഷിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. താടിയലിന് ഉൾപ്പെടെയാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ 2-3 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും CCTV ദൃശ്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളിലേക്ക് എത്തുന്നത്. ഈ 2-3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 1-ാം പ്രതി ഇപ്പോഴും ഒളിവിലാണ്. മുൻവൈരാഗ്യത്തിന്റെ പേരിലാണ് ഇതുപോലെ അതിക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനത്തിലേക്ക് ചെന്ന് കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഈ വ്യാഴാഴ്ചയാണ്. ഇത്തവണയും 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും. അതുപോലെ തേജസ്വി യാദവിനെ പ്രതിപക്ഷ നേതാവ് RJD നിയമസഭാ കക്ഷി യോഗം തീരുമാനിച്ചുവെന്നും ബീഹാർ റിപ്പോർട്ട്. ബീഹാറിൽ 10ാം തവണയാണ് മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ എത്തുന്നത്. പട്നയിലെ ഗാന്ധി മൈതാനത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി നിതീഷ് കുമാർ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു. ഇത്തവണയും 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും. BJPയിൽ നിന്ന് 16 പേരും JDUവിൽ നിന്ന് 14 പേരും മന്ത്രിസഭയിലേക്ക് എത്തും. LJPക്ക് 3 മന്ത്രിസ്ഥാനങ്ങൾ നൽകിയേക്കും. ഹിന്ദുസ്ഥാൻ ആവാമി മോർച്ചയ്ക്കും രാഷ്ട്രീയ ലോക് മോർച്ചയ്ക്കും ഓരോ മന്ത്രിസ്ഥാനങ്ങൾ നൽകും. कितने मंत्री बन रहे हैं उसका नाम तो आ ही रहा है कि 35-36 मंत्री बनेंगे. उसमें 15-16 भाजपा के होंगे, 14-15 होंगे इनका JDU के, और 3 होंगे लोजपा के, और 1 होंगे हिंदुस्तानी अवाम मोर्चा सेकुलर के और लोजपा. പട്നയിലെ തേജസ്വി യാദവിന്റെ വസതിയിൽ RJD നിയമസഭാ കക്ഷി നേതാക്കളുടെ യോഗം ചേർന്നു. ലാലു പ്രസാദ് യാദവ്, റാബ്രി ദേവി, മിസാ ഭാരതി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 4 മണിക്കൂർ നീണ്ട യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയവും ചർച്ചയായി. ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിലെ ഭിന്നതകൾക്കിടെയായിരുന്നു യോഗം. തെരഞ്ഞെടുപ്പിൽ നേരിട്ട പരാജയത്തിന് പിന്നാലെ ലാലു പ്രസാദ് യാദവിന്റെ മൂത്ത മകൻ തേജ് പ്രതാപ് യാദവ് NDAക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. RJD വിട്ട സഹോദരി രോഹിണി ആചാര്യയും തേജ് പ്രതാപ് യാദവ് തന്റെ പാർട്ടിയായ ജനശക്തി ജനതാളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 24 ഡൽഹി. ഇന്ന് വന്ന ഒരു ഷോക്കിംഗ് വാർത്തയിലേക്കാണ് ഇനി പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ബംഗ്ലാദേശ് കലാപത്തിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ നൽകി. 2024 നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താൻ ഉത്തരവിട്ടതിലൂടെ ഷെയ്ഖ് ഹസീന മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്തെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണലാണ് ഈ വിധി പ്രഖ്യാപിച്ചത്. വിധി പക്ഷേ പക്ഷപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞു.
1400 പേർ കൊല്ലപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിലും കൊലപാതകങ്ങളിലും ഹസീനയ്ക്ക് പങ്കുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് ട്രിബ്യൂണൽ വധശിക്ഷ വിധിച്ചത്. ധാക്കയിൽ പ്രതിഷേധക്കാരെ കൂട്ടക്കൊല ചെയ്യാൻ ഗൂഢാലോചന നടത്തുക, സാധാരണക്കാർക്കെതിരെ വെടിവെക്കാൻ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിക്കാൻ ഉത്തരവിടുക, വിദ്യാർത്ഥി പ്രവർത്തകൻ അബു സയ്യിദിനെ കൊലപ്പെടുത്തുക, തെളിവുകൾ നശിപ്പിക്കാനായി അശ്വലിയിൽ മൃതദേഹങ്ങൾ കത്തിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഹസീനയ്ക്കും കൂട്ടുപ്രതികൾക്കുമെതിരെ ചുമത്തിയിരുന്നത്. പ്രക്ഷോഭങ്ങൾക്കിടെ നടന്ന കൊലപാതകങ്ങളുടെ സൂത്രധാരനും പ്രധാന ശില്പിയുമാണ് ഹസീനയെന്നും ട്രിബ്യൂണൽ വിധിച്ചു. മുൻ ആഭ്യന്തരമന്ത്രിയും ട്രിബ്യൂണൽ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഹസീനയും ആഭ്യന്തരമന്ത്രി കമലും ഒളിച്ചോടിയവരായി കണക്കാക്കിയായിരുന്നു വിചാരണ. ഒളിച്ചോടിയത് കുറ്റം സമ്മതിക്കുന്നതിന് തുല്യമാണെന്ന് ട്രിബ്യൂണൽ നിരീക്ഷിച്ചു. സ്ഥാനമൊഴിഞ്ഞ ശേഷം ഇന്ത്യയിലേക്കാണ് ഷെയ്ഖ് ഹസീന അഭയം തേടിയത്. വിധി പക്ഷപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് ഹസീന പ്രതികരിച്ചു. ഹസീനയെ കുറ്റക്കാരിയായി പ്രഖ്യാപിച്ചതിനും വധശിക്ഷ വിധിച്ചതിനും പിന്നാലെ ധാക്ക യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി. വിധിക്ക് പിന്നാലെ അവാമി ലീഗ് രാജ്യത്തുടനീളം പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കണ്ടാലുടൻ വെടിവെക്കാൻ ധാക്ക പോലീസ് മേധാവി ഉത്തരവിട്ടിരുന്നു. പ്രധാനമന്ത്രി ഹസീനയെ തിരിച്ചയക്കണമെന്ന് നിലവിലെ ഇടക്കാല സർക്കാർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 ഡൽഹി. ഇന്ത്യയിൽ താൻ സുരക്ഷിതയാണ് എന്ന വിശ്വാസം ഷെയ്ഖ് ഹസീനയ്ക്ക് ഉണ്ട്. അതുകൊണ്ടാണ് അവരിവിടെ തുടരുന്നതും. എന്തായാലും വലിയ വലിയ ഇന്റർനാഷണൽ മാനങ്ങളുള്ള ഒരു വിധിയാണ് ഇന്ന് വന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഹസീനയെ തിരിച്ചുവിടാൻ ഇന്ത്യൻ സർക്കാർ തയ്യാറാകില്ല എന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ വിധി വരുന്നതിന് മുമ്പേ തന്നെ ഒരു ഓഡിയോ സന്ദേശം അവരുടെ മാതൃരാജ്യത്തേക്ക് അയച്ചിരുന്നു. ഈ വിധിയൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അവർ ഈ ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശബരിമല സന്നിധാനത്ത് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെളിവ് ശേഖരണം ഉണ്ടായി. ശാസ്ത്രീയ പരിശോധനയ്ക്കായി ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ കൊണ്ടുവന്നത് പഴയ പാളികൾ തന്നെയാണോ അതോ സ്വർണ്ണത്തിൽ എത്ര കുറവ് വരുത്തിയിട്ടാണ് കൊണ്ടുവന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് SIT പരിശോധിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ശാസ്ത്രീയ പരിശോധനയാണ് ഇന്ന് സന്നിധാനത്ത് നടന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടെ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള SIT സംഘം ശ്രീകോവിലെത്തി. ശ്രീകോവിലിന്റെ 3 വശങ്ങളിലെ തൂണുകളിലെ സ്വർണ്ണപ്പാളികളാണ് ആദ്യം അഴിച്ചു പരിശോധിച്ചത്. തുടർന്ന് കട്ടിളയിലെ സ്വർണ്ണപ്പാളികളും ദ്വാരപാലക ശില്പത്തിലെ പീഠവും പരിശോധനയ്ക്കായി ശേഖരിച്ചു. സ്വർണ്ണപ്പാളികളുടെ അളവും തൂക്കവും ഗുണനിലവാരവുമാണ് പരിശോധിക്കുന്നത്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ അതേ സ്വർണ്ണപ്പാളി തന്നെയാണോ തിരിച്ചെത്തിച്ചത് എന്നതിലാണ് ശാസ്ത്രീയ പരിശോധന. ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകുമ്പോൾ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി അന്വേഷണ സംഘം അറിയിക്കും. അതേസമയം കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് കുരുക്ക് മുറുകുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ A. പത്മകുമാർ നിർബന്ധിച്ചെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ദേവസ്വം ജീവനക്കാർ മൊഴി നൽകിയത്. കേസിലെ FIR ആവശ്യപ്പെട്ട ED നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് വിട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 സന്നിധാനം. സദാശിവപിള്ള ചോദിക്കുന്നു, ഈ കുറ്റവാളികളെ കൈമാറ്റം ചെയ്യാനുള്ള വ്യവസ്ഥ അനുസരിച്ച് ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് മടക്കി അയക്കുമോ? ശരിക്കും ഈ ഒരു എക്സ്ട്രഡിഷൻ ട്രീറ്റി അഥവാ ഇങ്ങനെയുള്ള കുറ്റവാളികളെ കൈമാറ്റം ചെയ്യാനുള്ള നിയമം നിലനിൽക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെ കൈമാറ്റം ചെയ്യണമെന്നാണ് വ്യവസ്ഥ. പക്ഷേ കൈമാറ്റം ചെയ്തില്ലെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു പരമപ്രധാനപ്പെട്ട കാര്യം. അതുപോലെ മോഹൻ ബിലാത്ര ചോദിക്കുന്നു, ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ സംരക്ഷണം കൊടുത്തുകൊണ്ട് ഇന്ത്യക്ക് കുഴപ്പമുണ്ടോ? ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം കുറച്ച് വഷളായിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ അമ്മയെ മകൻ കൊടുവാൾ കൊണ്ട് ആക്രമിച്ചു. പരിക്കേറ്റ കൊയിലാണ്ടി സ്വദേശിനി മാധവിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങൾ നിഖിൽ പ്രമേഷ് നൽകും. കോഴിക്കോട് നിന്ന് നിഖിൽ, പറയൂ. ഗുഡ് ഈവനിങ്. ഇന്ന് വൈകിട്ട് ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കൊയിലാണ്ടി മണമ്മലിലാണ് ഈ സംഭവം ഉണ്ടായത്, ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടായത്. അമ്മയെ കൊടുവാള് കൊണ്ട് എറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയായിരുന്നു ഈ മകൻ. ഇയാളെ ഇപ്പോൾ കൊയിലാണ്ടി പോലീസ് ഇതിനോടകം തന്നെ പിടികൂടിയിട്ടുണ്ട്. പരിക്കേറ്റ മാധവിയെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് അവരുടെ പരിക്ക് ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ തലയുടെ ഭാഗത്താണ് മുറിവേറ്റിട്ടുള്ളത്, തലയ്ക്കാണ് മുറിവേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ പരിക്ക് ഗുരുതരമല്ല. എന്തായാലും അവിടെ വെച്ച് ഇവർക്ക് വിദഗ്ധമായിട്ടുള്ള ചികിത്സ നൽകി പോരുകയാണ്. ചില തർക്കങ്ങൾ ഇന്ന് ഉച്ച മുതൽ തന്നെ ഉടലെടുത്തിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതാണ് ഇത്തരത്തിലുള്ള സംഭവത്തിലേക്ക്, അമ്മയെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും മകനെ ഇപ്പോൾ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു പോരുകയാണ്. ഓക്കെ, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.
ഇന്നൊരു പ്രധാനപ്പെട്ട വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി ജ്യോതി ബാബുവിന് ജാമ്യം നൽകാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. വിചാരണ കോടതി രേഖകൾ സുപ്രീം കോടതി വിളിച്ചു വരുത്തി പരിശോധിച്ചു. ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന പ്രതിയുടെ ആവശ്യം കോടതി പരിഗണിച്ചില്ല. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതി ജ്യോതിബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ എളുപ്പത്തിൽ ജാമ്യം നൽകാനാകില്ല എന്നാണ് സുപ്രീം കോടതി അറിയിച്ചത്. പ്രതികൾക്കെതിരെയുള്ളത് കൊലപാതക കേസാണെന്നും വിചാരണ കോടതിയിലെ രേഖകൾ പരിശോധിക്കാതെ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി. വിചാരണ കോടതി രേഖകൾ വിളിച്ചു വരുത്തി. സീൽ വെച്ച കവറിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കണം. ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന പ്രതിയുടെ ആവശ്യവും നിലവിൽ കോടതി പരിഗണിച്ചില്ല. ഹൈക്കോടതി ശിക്ഷിച്ച പ്രതിയാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. രേഖകൾ പരിശോധിച്ച ശേഷം ഉചിതമായ തീരുമാനമെടുക്കാമെന്നാണ് കോടതി അറിയിച്ചത്. പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യയും MLA-യുമായ KK രമ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് അപകടകരവും മനോവീര്യം കെടുത്തുന്നതുമായ സന്ദേശം നൽകുമെന്നും KK രമ കോടതിയെ അറിയിച്ചു. 24 ഡൽഹി. ഈ കൊടുവാള് കൊണ്ട് അമ്മയെ വെട്ടിയ കേസ് വന്നപ്പോൾ ഒരു ബീന പറയുകയാണ്, പ്രസവിച്ച് വളർത്തി വലുതാക്കിയതല്ലേ, അതിനുള്ള പ്രതിഫലം നൽകണമല്ലോ. ഓരോ അമ്മയ്ക്കും ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത തന്നെയാണത്. എന്താണെന്നറിയില്ല, ഈ അമ്മയോടൊക്കെ ഒരു വലിയ ആദരവോടെയും വാത്സല്യത്തോടും കാണിക്കേണ്ട കുട്ടികളാണ് അമ്മയ്ക്കെതിരെ കൊടുവാളെടുക്കുന്നത്. കാലത്തിൻ്റെ പോക്ക്, ആസുരകാലം. എറണാകുളം തൃക്കാക്കരയിൽ കിണറ്റിൽ വീണ പശുവിനെ രക്ഷപ്പെടുത്തി ഫയർഫോഴ്സ്. 50 അടിയോളം താഴ്ചയുള്ള കിണറ്റിൽ നിന്നാണ് പശുവിനെ രക്ഷപ്പെടുത്തിയെടുത്തത്. കാക്കനാട് വെട്ടുവേലി സ്വദേശി മിനി ശശിയുടെ പശുവാണ് കിണറ്റിൽ വീണത്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ആൻമരിയ. SK ആശ്വാസകരും അതോടൊപ്പം തന്നെ സന്തോഷം നൽകുന്ന കാഴ്ചയുമാണ്, അത്തരത്തിലൊരു വാർത്തയുമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ ഈ പശുവിനെ കാണാനില്ല എന്നുള്ള ഒരു പരാതി വരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നാട്ടുകാരും അതോടൊപ്പം അവിടെയുള്ള ആളുകൾ എല്ലാവരോടും ചേർന്ന് പരിശോധനകൾ നടത്തുന്നു. ഇന്നലെ വൈകുന്നേരം മുതലാണ് ഇവർ ഈ പരിശോധനകളൊക്കെ നടത്തുന്നത്. തുടർന്നാണ് ഈ ആൾതാമസമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു പരിസരത്ത് നിന്നും, ഒരു പ്രദേശത്ത് നിന്നും, അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കിണറ്റിൽ നിന്നും ഈ പശുവിനെ നാട്ടുകാർ കാണുന്നത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന തൃക്കാക്കര ഫയർഫോഴ്സിൽ ഇവർ വിവരം അറിയിക്കുന്നു. അവിടെ ഫയർഫോഴ്സ് എത്തിയാണ് 50 അടിയോളം താഴ്ചയുള്ള ഈ കിണറ്റിൽ നിന്നും പശുവിനെ പുറത്തേക്ക് എടുക്കുന്നത്. ആപത്തുകളൊന്നുമില്ല, രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പശുവിന്. എന്തായാലും മിനി ചേച്ചിയും അതോടൊപ്പം തന്നെ അവിടെയുള്ള നാട്ടുകാരും എല്ലാം ഹാപ്പിയാണ്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു രക്ഷാകര ദൗത്യം അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കാനും സാധിച്ചിട്ടുണ്ട്. SK. ഓക്കെ, ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം വഴിക്കടവ് മഴയിൽ വീട് തകർന്നുപോയി. വാർത്ത നേരത്തെ പറഞ്ഞതാണ്. ആനി പുളിങ്കുന്നിൽ ശാന്തയുടെ വീടാണ് തകർന്നുപോയത്. 2 കുട്ടികൾക്കും ചെറുതായി പരിക്കേറ്റു. ഗോകുൽ കെ വേണുഗോപാൽ നമുക്കൊപ്പം ചേർന്നു. ആദ്യം ഈ ദൃശ്യങ്ങളാണ് കാണുന്നത്. മഴയിൽ തകർന്നുപോയ വീടിന്റെ ദൃശ്യം. ചെറിയ പരിക്കാണ് കുട്ടികൾക്കേറ്റത്. വിവരങ്ങൾ ഗോകുൽ കെ വേണുഗോപാൽ നൽകും. പറയൂ ഗോകുൽ. ഇന്ന് വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. ആ ഭാഗത്തൊക്കെ മലപ്പുറം വഴിക്കടവ് ഭാഗത്തൊക്കെ ചെറിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. പക്ഷേ ഈ വീട് നേരത്തെ തന്നെ ശോചനീയാവസ്ഥയിലായിരുന്നു. 10 വർഷം മുമ്പേ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ അത് നേരെയാക്കാൻ ആവശ്യമായ പണം നൽകണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിന് അവർ പരാതിയൊക്കെ നൽകിയിരുന്നു. പക്ഷേ അതൊന്നും ഫലമുണ്ടായില്ല. തുടർന്നാണ് ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി വീട് തകർന്നു വീണത്. വീട് തകരുന്ന സമയത്ത് വീടിനകത്ത് 1.5 വയസ്സുകാരനായിട്ടുള്ള കുട്ടി കിടന്നുറങ്ങിയായിരുന്നു. ആദിഷാണ്. ആദിഷിന് 1.5 വയസ്സ്, ആദർശ് 12 വയസ്സ്. ഇങ്ങനെ 2 കുട്ടികൾക്കാണ് പരിക്കേറ്റത്. ആദിഷ് കിടന്നുറങ്ങുകയായിരുന്നു. ആദിഷിന് മേത്തേക്കൊക്കെ ഓട് വീണെങ്കിലും നിസാരമായ പരിക്കുകളാണ് പറ്റിയത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. 5 ആളുകളാണ് ആ വീട്ടിനുള്ളിൽ കഴിയുന്നത്. ഈ പറയുന്ന ശാന്തയും അവരുടെ മകനും ഭാര്യയും ഇവരുടെ കുട്ടികളും, ഈ 2 കുട്ടികൾക്കാണ് ഇപ്പോൾ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നേരത്തെ തന്നെ ശോചനീയാവസ്ഥയിലായിരുന്നു ആ വീട് എന്നാണ് കുടുംബം പറയുന്നത്. SKN. ഓക്കെ, താങ്ക് യു ഗോകുൽ കെ വേണുഗോപാൽ. കണ്ണൂർ ഏറ്റുകുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധം ആളുകയാണ്. ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല എന്ന കണ്ണൂർ ജില്ലാ കളക്ടർ റിപ്പോർട്ട് കുടുംബം തള്ളിക്കളഞ്ഞു. ജോലിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട അനീഷ് ജോർജ് 2 തവണ ഈ ജില്ലാ കളക്ടറെ കണ്ടെന്നും പരാതി അദ്ദേഹം മൂലക്കെടുത്തില്ലെന്നും കുടുംബത്തിന്റെ ആരോപണം. 78% ജോലിയും അനീഷ് ജോർജ് പൂർത്തിയാക്കിയിരുന്നുവെന്നും പരാതികളൊന്നും ഉണ്ടായില്ല എന്നുമാണ് കണ്ണൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 18 ബൂത്ത് ലെവൽ ഓഫീസറായ അനീഷ് ജോർജിനെ ഇന്നലെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. SIR എന്യൂമറേഷൻ ഫോമുകളിൽ 22% ജോലി മാത്രമായിരുന്നു അനീഷിന് തീർക്കാനുണ്ടായിരുന്നതെന്നാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിലുള്ളത്. ഇന്നലെ രാവിലെ ബൂത്ത് ലെവൽ സൂപ്പർവൈസർ അനീഷ് ജോർജിനെ ഫോണിൽ ബന്ധപ്പെടുകയും സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. എന്നാൽ ഇനി 50 ഫോമുകൾ മാത്രമേ വിതരണം ചെയ്യാൻ ബാക്കിയുള്ളൂ എന്നും അത് തനിച്ച് ചെയ്തോളാമെന്നുമായിരുന്നു മറുപടി. ജോലിയുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ഉണ്ടായിരുന്നില്ലെന്നും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു. ജില്ലാ കളക്ടറുടെ വാദം അനീഷിന്റെ കുടുംബം തള്ളി. എത്രയോ ദിവസങ്ങളായിട്ട് അന്വേഷണം ഉറക്കമില്ല, ഭക്ഷണം കഴിക്കലില്ല,
അപ്പോൾ ഈ വർക്ക് തീർക്കണം എന്നുള്ള ഇതുകൊണ്ട് മാത്രമാണ് അനീഷ് ഇങ്ങനെ ഇതൊന്നുമില്ലാതെ വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത്. എല്ലാ തരത്തിലുള്ള സമ്മർദ്ദങ്ങളും വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ട്, രാഷ്ട്രീയ സമ്മർദ്ദം എല്ലാം ഉണ്ട്. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഏറ്റുകുടുക്കയിലെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ചതിരിഞ്ഞ് ലൂർദ് മാതാ മലങ്കര കത്തോലിക്ക പള്ളിയിലാണ് അനീഷ് ജോർജിന്റെ മൃതദേഹം സംസ്കരിച്ചത്. 24 കണ്ണൂർ. കണ്ണൂർ ഏറ്റുകുടുക്കയിൽ ആത്മഹത്യ ചെയ്ത BLO അനീഷ് ജോർജിനെ CPM ബൂത്ത് ലെവൽ ഏജന്റ് ഭീഷണിപ്പെടുത്തിയെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഓഡിയോ സന്ദേശം പുറത്തുവന്നു. കോൺഗ്രസ് BLA SIR ഫോം വിതരണം ചെയ്യാൻ വീടുകളിലേക്ക് കൊണ്ടുപോകരുതെന്ന് ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള ഫോൺ റെക്കോർഡിംഗ് ആണ് പുറത്തുവന്നത്. അനീഷിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ CPM പങ്കുണ്ടെന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിക്കുകയും ചെയ്തു. അത് ആരാ എതിർപ്പാക്കുന്നത്? ഭയങ്കര പ്രശ്നമുണ്ട്. അവര് തടയുന്നെല്ലാം പറയുന്നുണ്ട്. ആരോട് പറയുന്നത്? പിന്നെ പറയാ. അതെ, അല്ല അത് ശരിയല്ലല്ലോ. ഞാൻ BLA, നിങ്ങൾ BLO അല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ പോകാൻ വിളിക്കട്ടെ, നിങ്ങൾ ഇടമല്ലേ? നീ അത് ഇതാക്കണ്ട, ഇത് നമ്മളെല്ലാം നടക്കണ്ടേ? അല്ല അത് ശരിയല്ലല്ലോ. അവര് എന്തെല്ലോ പറയുന്നു. ആത്മഹത്യ ചെയ്ത BLO അനീഷ് ജോർജും കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റ് വൈശാഖും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണിത്. അനീഷും വൈശാഖും CPMന്റെ BLAയും ചേർന്നാണ് വീടുകളിൽ SIRന്റെ ഫോം നൽകാൻ പോയിരുന്നത്. എന്നാൽ പിന്നീട് വൈശാഖിനോട് തന്റെ ഒപ്പം വരേണ്ട എന്ന് അനീഷ് പറഞ്ഞു. ഇതിന് കാരണം തിരക്കിയപ്പോഴാണ് CPM BLA റഫീഖ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് അനീഷ് പറയുന്നത്. വൈശാഖിനോട് കളക്ടർക്ക് പരാതി നൽകാൻ അനീഷ് പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ താൻ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു എന്ന് വൈശാഖ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അനീഷിന്റെ ആത്മഹത്യയിൽ CPMന് പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പയ്യന്നൂരിൽ നടന്ന BLOയുടെ ആത്മഹത്യ വളരെ ഗൗരവതരമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കണം. കാരണം അതിൽ CPM പ്രവർത്തകരുടെ പങ്ക് കൂടി ഉണ്ട് എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ വെളിപ്പെടുത്തുന്നത്. ഇലക്ഷൻ കമ്മീഷൻ കുറെ കൂടെ ഗൗരവമായി ഈ വിഷയത്തെ പഠിക്കണം. എന്നാൽ കോൺഗ്രസിന്റേത് അസംബന്ധ പ്രചാരണമാണെന്നും അനീഷിന്റെ മരണത്തിന് ഉത്തരവാദിയായ BJPയെ ന്യായീകരിക്കുകയാണ് VD സതീശനെന്നും CPM നേതാക്കൾ പ്രതികരിച്ചു. ഈ അസംബന്ധം പറയുന്നതിന് ഒരു അതിരില്ലല്ലോ, അതാണ് ഇതിനുള്ള മറുപടി. അനീഷിന്റെ കുടുംബത്തിന് നിലവിൽ പരാതിയില്ല. ഓഡിയോ സന്ദേശം പുറത്തു വന്നതോടെ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തുടരുകയാണ്. 24 കണ്ണൂർ. അനീഷ് ജോർജ് ജീവനൊടുക്കിയതിന് പിന്നാലെ SIR ജോലി സമ്മർദ്ദ വെളിപ്പെടുത്തലുമായി BLOമാർ രംഗത്ത് വന്നു. ജോലി സമ്മർദ്ദത്തിന് തെളിവായി ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസും പുറത്തുവന്നു. അനീഷ് ജോർജിന്റെ മരണവും BLOമാരുടെ ജോലി സമ്മർദ്ദവും ഉയർത്തി ഇന്ന് ഭരണ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങളുണ്ടായി. ഒന്ന് യൂറിനേറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഇല്ല. ഞങ്ങൾ പെൺകുട്ടികളെ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും ഒരുപാട് ഫിനോമിനയുണ്ട്. ഇതൊന്നും അഡ്രസ് ചെയ്യപ്പെടാതെ നിങ്ങൾ പറയുന്ന പണി മാക്സിമം ഞങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ രണ്ട് ജോലിയും കൂടെ ചെയ്ത് ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തിട്ട് പോലും ഞങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല. നേരിടുന്ന ജോലി സമ്മർദ്ദം പലവിധമെന്ന് ഇങ്ങനെ BLO ജോലിക്കായി നിയമിക്കപ്പെട്ടവർ വെളിപ്പെടുത്തുകയാണ്. SIR എന്യൂമറേഷൻ ഫോം വിതരണം കൃത്യമായി നടപ്പാക്കില്ലെന്നാരോപിച്ച് പലയിടത്തും BLOമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസും ലഭിച്ചു. ടാർഗറ്റ് നിശ്ചയിച്ച് മേലുദ്യോഗസ്ഥരുടെ ഭീഷണി വേറെ. LR മീറ്റിംഗിന് വന്നതിന് ശേഷം BLO സൂപ്പർവൈസർമാർ യാതൊരു കാരണവശാലും വില്ലേജ് ഓഫീസിലും BLOമാരുടെ അടുത്തും അല്ലാതെ വീട്ടിൽ പോകാൻ പാടില്ല. മറ്റൊരു കാര്യങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം ലീവ് അനുവദിക്കുന്നതല്ല. 200-ൽ കുറഞ്ഞ എന്യൂമറേഷൻ ഫോം ഡിസ്ട്രിബ്യൂഷൻ ഒരു BLOയ്ക്കും അനുവദിക്കുന്നതല്ല. അല്ലാത്ത പക്ഷം നിങ്ങളുടെ DDO മുഖേന നമ്മൾ ഡിസിപ്ലിനറി ആക്ഷനിലേക്ക് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അനീഷ് ജോർജിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ. തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക് വിവിധ സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. SIR നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസും വ്യക്തമാക്കി. 24 കണ്ണൂർ. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണിപ്പോൾ കേരളം. കൊച്ചി കോർപ്പറേഷനിലെ 60ാം ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് DCCക്ക് കത്ത്. സജിന യേശുദാസിനെ സ്ഥാനാർത്ഥിയാക്കരുത്, പിൻവലിക്കണം, അല്ലെങ്കിൽ പ്രചാരണത്തിൽ ഇറങ്ങില്ല എന്ന് കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഡിവിഷണൽ കോൺഗ്രസ് കമ്മിറ്റി നൽകിയ
കത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി എസ് ശ്യാംകുമാർ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. പറയൂ ശ്യാം. SKN കൊച്ചിയിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് വലിയ തർക്കവും വിമത സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യവും ഒക്കെ നിൽക്കുകയാണ്. അതിനിടയിലാണ് ഡിവിഷണൽ കോൺഗ്രസ് കമ്മിറ്റി 60ാം ഡിവിഷനിലെ നിലവിൽ DCC തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് DCCക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്ത് നൽകിയിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചില്ല എങ്കിൽ പ്രാദേശികമായി ആരും സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കില്ല എന്നുള്ളതാണ്. സജന യേശുദാസിനെയാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം കൊച്ചി, ഇടക്കൊച്ചി മേഖലകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ കത്ത് പുറത്തു വരുന്നത്. തൃശൂർ മുണ്ടത്തിക്കോട് സ്കൂട്ടർ ഇടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. മിണാലൂർ സ്വദേശി കോയയാണ് മരിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുകയാണ്. സൂരജ്, വിശദാംശങ്ങൾ. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ വാഹനാപകടം ഉണ്ടാകുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രമാത്രം ഭീകരമായ അപകടമാണ് ഉണ്ടായതെന്ന്. നിയന്ത്രണം വിട്ട ഈ സ്കൂട്ടർ ഈ കാൽനട യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. വയോധികനാണ്. ഗുരുതരമായി പരിക്കേറ്റ മിണാലൂർ സ്വദേശിയായിട്ടുള്ള കോയയാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഈ ഇരുചക്ര വാഹനം അമിത വേഗത്തിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ചികിത്സയിൽ ഇരിക്കുകയാണ് ഇപ്പോൾ കോയ മരിച്ചിരിക്കുന്നത്. ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു സൂരജ് സജി. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയത് നീതികേടെന്ന ഹൈക്കോടതി. വൈഷ്ണവ് സുരേഷ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ വിമർശനം. സാങ്കേതികത്വം പറഞ്ഞ് വൈഷ്ണവിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടരുതെന്ന കോടതി വ്യക്തമാക്കി. 24-കാരി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് കോടതിയുടെ ആദ്യ ചോദ്യം. വെറും രാഷ്ട്രീയം കളിക്കരുത്. മറ്റെല്ലാ രേഖകളിൽ വൈഷ്ണവയുടെ വിലാസം ഒന്നാണ്. കേവലം സാങ്കേതികത്വം പറഞ്ഞ് സ്ഥാനാർത്ഥിത്വം നിരസിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി പറഞ്ഞു. 19-ാം തീയതിക്ക് മുമ്പ് വിഷയത്തിൽ തീരുമാനമെടുക്കണമെന്നും കോടതി നിരീക്ഷണത്തിൽ വൈഷ്ണവയുടെ പ്രതികരണം ഇങ്ങനെ. അനുകൂലമായിട്ടൊരു വിധി വരും തന്നെയാണ് പ്രതീക്ഷ. കാരണം സത്യം ജയിക്കും എന്നുള്ളതാണല്ലോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കോടതിയിൽ, ബഹുമാനപ്പെട്ട കോടതിയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ട്. വൈഷ്ണവയുടെ വോട്ട് വെട്ടിയതിന് പിന്നിൽ CPIM-ന് പങ്കില്ലെന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് MLA. മുട്ടടയിലെ വോട്ട് ഇല്ലാതായതുമായി ബന്ധപ്പെട്ട് CPIM-ന് ഒരു പങ്കും അക്കാര്യത്തിൽ ഇല്ല. ഇവർ പറയുന്ന വീട് ഇവരുടെ സ്വന്തമായ വീടല്ല. ആ വീട്ടിന്റെ ഉടമസ്ഥൻ ഇന്ത്യക്ക് പുറത്താണ്. മുട്ടട ഞങ്ങളുടെ സിറ്റിംഗ് വാർഡാണ്. കേസിൽ പരാതിക്കാരനെ കക്ഷി ചേർത്തിട്ടുണ്ട്. വൈഷ്ണവയുടെ ഹർജി 20-ാം തീയതി വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അച്യുതൻ ഒരു വാർത്ത അറിയിക്കുന്നു. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 15ആയി. ലുക്മാൻ, വിനയ് പഥക് എന്നിവരാണ് മരിച്ചത്. വിനയ് ഗുരുതരമായി പരിക്കേറ്റ ഇപ്പോൾ ചികിത്സയിലായിരുന്നു. അദ്ദേഹം മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. വൈറ്റ് കോളർ ഭീകര സംഘം ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായി NIA കണ്ടെത്തി. കാശ്മീരിൽ ഒരാളെ NIA അറസ്റ്റ് ചെയ്തു. ബോംബിന് വൈറ്റ് കോളർ സംഘം ബിരിയാണി എന്ന കോഡാണ് ഉപയോഗിച്ചിരുന്നത്. കുറ്റവാളികൾ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും പിടികൂടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നറിയിപ്പ് നൽകി. വൈറ്റ് കോളർ ഭീകര സംഘത്തിന് ബോംബ് നിർമ്മിക്കാൻ സാങ്കേതിക സഹായം നൽകിയ ജമ്മു കശ്മീർ സ്വദേശി ഡാനിഷ് എന്ന ജാസിർ ബിലാൽ വാനിയെയാണ് NIA അറസ്റ്റ് ചെയ്തത്. കേസിൽ NIA നടത്തുന്ന രണ്ടാമത്തെ അറസ്റ്റാണിത്. ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ഭീകര സംഘം പദ്ധതി തയ്യാറാക്കിയതായി NIA കണ്ടെത്തി. NIA കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത അമീർ റാഷിദ് അലിയെ ഡൽഹി പട്യാല ഹൌസ് കോടതി 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ചാവേർ ആക്രമണം ലക്ഷ്യം വെച്ചാണ് അമീർ റാഷിദ് സ്വന്തം പേരിൽ I-20 കാർ വാങ്ങിയത്. സ്ഫോടക വസ്തു നിർമ്മിക്കാനും ഉമറിനെ അമീർ സഹായിച്ചതായി NIA കണ്ടെത്തി. വൈറ്റ് കോളർ സംഘം ആശയവിനിമയത്തിന് ടെലിഗ്രാം ആപ്പാണ് ഉപയോഗിച്ചത്. കോഡ് ഭാഷയിലായിരുന്നു ആശയവിനിമയം. സ്ഫോടക വസ്തുവിന് ഉപയോഗിച്ച കോഡ് ബിരിയാണി എന്നും ആക്രമണ പദ്ധതിക്ക് നൽകിയ കോഡ് വിരുന്ന് എന്നർത്ഥമുള്ള ഹിന്ദി വാക്ക് ദാവത്ത് എന്നുമാണെന്നും NIA-യുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കുറ്റവാളികൾ ഏത് പാതാളത്തിൽ ഒളിച്ചാലും കണ്ടെത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. UGC-യും NAC-ഉം ചൂണ്ടിക്കാണിച്ച തട്ടിപ്പുകളും ക്രമക്കേടുകളും സംബന്ധിച്ച അന്വേഷണത്തിനായി അൽഫലാവ് യൂണിവേഴ്സിറ്റി ചെയർമാൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയെ ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് വിളിച്ചുവരുത്തി. 24 ഡൽഹി. അബ്ദുറഹ്മാൻ പറയുന്നു തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി അടുക്കുമ്പോൾ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പ്രതിജ്ഞൻ പറയുന്നു ഈ വൈറ്റ് കോളർ ടെററിസ്റ്റെ കുറിച്ച് കൂടുതൽ
കാര്യങ്ങൾ വിശദമാക്കുന്ന ഒരു പരിപാടി തയ്യാറാക്കണം. എന്തായാലും ഈ വെള്ളക്കോളർ ടെറർ എന്നൊക്കെ പറയുന്നത് കേട്ടുകഴിവില്ലാത്തൊരു കാര്യമായിരുന്നു. അതും ഇന്ത്യയിൽ വേര് പിടിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തന്നെയാണ്. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മർദ്ദിച്ചതായി പരാതി ഉയർന്നു. തൃശൂർ വിലങ്ങന്നൂർ സ്വദേശി സണ്ണി ബിഎസിനാണ് മർദ്ദനമേറ്റത്. വികസന മുരടിപ്പ് ചൂണ്ടിക്കാണിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതിന് CPM പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഞാൻ കഴിഞ്ഞ ദിവസം FB ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം ഉണ്ടാവുന്നത്. പാണഞ്ചേരി പഞ്ചായത്തിൽ 2ാം വാർഡിൽ ഞാൻ മത്സരിക്കാൻ തിരിക്കുക, അതനുസരിച്ച് പോസ്റ്റ് ഇടുകയും ചെയ്തു. ഞാനൊരു ഇടപക്ഷ സഹയാത്രിയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് 1-2 വാർഡിൽ ഇടതുപക്ഷം തോക്കും എന്നൊരു നിലപാട് എനിക്ക് തോന്നിയുകൊണ്ട് ഞാനത് FB പോസ്റ്റ് ഇട്ടു. CPMന്റെ പ്രമുഖമായ ഒരു ഗുണ്ടയും ക്രിമിനലുമായ ജിജിയും മച്ചാൻ പ്രിൻസ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും CIT യൂണിയനിൽ നിലവിൽ ജോലി ചെയ്യുന്നവരാണ്. നിരവധി ക്രിമിനൽ കേസിൽ പ്രതികളുമാണ്. രണ്ടുപേരും അതിക്രൂരമായിട്ട് എന്നെ മർദ്ദിച്ചിരിക്കുകയാണ്. ശരീരമാസകലം വേദനയും. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സൂരജ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ ചെമ്പൂത്ര പഞ്ചായത്ത്, അതായത് പാണഞ്ചേരി ഉൾപ്പെടുന്ന പാണഞ്ചേരി പഞ്ചായത്തിലെ ചെമ്പൂത്ര 2ാം വാർഡിൽ ഈ മത്സരിക്കുന്ന കാര്യം സണ്ണി PS ഫേസ്ബുക്കിലൂടെ അറിയിക്കുന്നത്. ഈ ഫേസ്ബുക്കിലൂടെ മത്സര വിവരം പങ്കുവച്ചു എന്നുള്ളത് മാത്രമല്ല, അവിടുത്തെ വികസന മുരടിപ്പും അതോടൊപ്പം തന്നെ ഈ പാണഞ്ചേരി പഞ്ചായത്തിലെ പാറമടകളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പങ്കുവെക്കുകയുണ്ടായി. ഇതിന് പിന്നാലെയാണ് സണ്ണിയെ വിലങ്ങന്നൂരിൽ വെച്ച് ഒരു സംഘം ആളുകൾ മർദ്ദിച്ചു എന്നുള്ളത് പറയുന്നത്. അത് CPMന്റെ പ്രവർത്തകരാണ് എന്നുള്ളതാണ് സണ്ണി ആരോപണമായി ഉയർത്തുന്നത്. അവർ അതിക്രൂരമായി മർദ്ദിച്ചു, തന്നെ ചവിട്ടി വീഴ്ത്തിയ ശേഷം നടുവിനടക്കം തുടർച്ചയായി ചവിട്ടി എന്നുള്ളതാണ് പറയുന്നത്. ഈ പരിക്കേറ്റ സണ്ണിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സ തേടുകയും ചെയ്തു. ഈ നട്ടലിന് ചെറിയ പൊട്ടലുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ സണ്ണി പോലീസിനടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഈ ചെമ്പൂത്ര പ്രദേശം, അതായത് 2ാം വാർഡാണ്, അത് CPMന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെ ഇടത് സഹയാത്രികനായ സണ്ണി മത്സരിക്കാൻ തീരുമാനിച്ചതും അതോടൊപ്പം തന്നെ അവിടുത്തെ വികസന മുരടിപ്പും ചൂണ്ടിക്കാട്ടിയതാണ് ഈ പ്രകോപനത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് സണ്ണിയുടെ ആരോപണം. എന്തായാലും സണ്ണിയുടെ പരാതിയിന്മേൽ പോലീസ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ബീന ജയൻ ചോദിക്കുന്നു, SK സീരിയസ് ആയി പോയോ ന്യൂസ് എക്സ്പ്രസിന് ശേഷം? സത്യം പറഞ്ഞാൽ ബീന ജയൻ, നമ്മൾ കുറേ വാർത്തകൾ വായിക്കുമ്പോൾ ഏതെല്ലാം ടൈപ്പ് വിചിത്രമായ കാര്യങ്ങളാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ മനസ്സിനെയും തലച്ചോറിനെയും വല്ലാതെ ബാധിക്കുന്നുണ്ട്. ചിലതൊക്കെ നമ്മുടെ തലച്ചോറിലേക്ക് ഇടിച്ചു കളയും. പ്രത്യേകിച്ച് കൊടുവാൾ കൊണ്ട് അമ്മയെ വെട്ടിയെന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് മനുഷ്യരല്ലേ. മറ്റൊരു വാർത്തയിലേക്ക്. പത്തനംതിട്ടയിൽ CPI വിട്ട് കോൺഗ്രസിൽ ചേർന്ന പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷനിലായിരിക്കും കുഞ്ഞമ്മ മത്സരിക്കുക. AV ജയശങ്കർ ചേരുന്ന വിവരങ്ങളുമായി. പറയൂ ജയശങ്കർ. ഇന്നാണ് CPI വിട്ട ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിൽ ചേർന്നത്. അതിന് പിന്നാലെയാണ് ഇവരെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ പള്ളിക്കൽ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നേതൃത്വം നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഇതേ ഡിവിഷനിലെ CPIയുടെ പ്രതിനിധിയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പദവി രാജിവെക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തത്. പിന്നാലെ ഇവർ കോൺഗ്രസിൽ ചേരുകയായിരുന്നു. എന്തായാലും ഈ മണ്ഡലത്തിൽ, ഈ വാർഡിൽ, ഡിവിഷനിൽ വലിയ തോതിലുള്ള മത്സരം കാഴ്ചവെക്കാൻ ശ്രീനാദേവിയുടെ വരവോട് ആകുമെന്നൊരു പ്രതീക്ഷ കോൺഗ്രസ് ഉള്ളത്. കാരണം ഇടതുപക്ഷത്തിന് വലിയ ആധിപത്യമുള്ള ഒരു ഡിവിഷനാണ് ഈ പള്ളിക്കൽ ഡിവിഷൻ. ആ ഡിവിഷനിലാണ് ഈ ശ്രീനാദേവിയുടെ വരവോടുകൂടി വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാനാകുമെന്നൊരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം അധികം വൈകാതെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. സൗദി അറേബ്യയിലെ മെക്കയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട് 45 പേർ മരിച്ചു. മരിച്ചവരിൽ അധികവും ഹൈദരാബാദിൽ നിന്നുള്ള ആളുകളാണ്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. മക്കയിൽ നിന്നും മദീനയിലേക്ക് പുറപ്പെട്ട ഉംറ തീർത്ഥാടകരുടെ ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചാണ് ദാരുണമായ അപകടമുണ്ടായത്. ഇന്നലെ രാത്രി പ്രാദേശിക സമയം 11 മണിയോടെയായിരുന്നു സംഭവം. മക്കയിൽ നിന്ന് ചരിത്രസ്ഥലമായ ബദർ വഴി മദീനയിലേക്ക് പോകുമ്പോൾ മദീനയിലെത്തുന്നതിന് ഏകദേശം 160 കിലോമീറ്റർ മുമ്പ് മുഫ്രിഹാത്ത് എന്ന സ്ഥലത്ത് വച്ചാണ് അപകടമുണ്ടായത്. ഹൈദരാബാദിൽ നിന്നെത്തിയ തീർത്ഥാടകരായിരുന്നു യാത്രക്കാർ. ബസ്സിലുണ്ടായിരുന്ന 46 യാത്രക്കാരിൽ 45 പേരും മരിച്ചതായി ഹൈദരാബാദ് പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ സ്ഥിരീകരിച്ചു. 24-കാരനായ മുഹമ്മദ് ഷുഹൈബ് എന്ന ഒരു തീർത്ഥാടകൻ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഇദ്ദേഹം മദീനയിലെ സൗദി ജർമ്മൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ മദീനയിലെ കിങ് ഫഹദ്, കിങ് സൽമാൻ, മീഖാത്ത് എന്നീ ആശുപത്രികളിലാണുള്ളത്. മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാൻ പറ്റാത്ത വിധം കത്തിക്കരിഞ്ഞു. ടാങ്കർ ലോറിയുമായുള്ള ഇടിയുടെ ആഘാതത്തിൽ ബസ്സിന് തീ പിടിച്ചത് മരണസംഖ്യ കൂടാൻ കാരണമായി. അപകടത്തെ തുടർന്ന് സൗദി അധികൃതർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു.
മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനും തുടർ നടപടികൾക്കുമായി ഇന്ത്യൻ എംബസി സൗദി അധികൃതരുമായി ചേർന്ന് പ്രവർത്തിച്ചു വരികയാണ്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ സഹായങ്ങളും എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി. ജലീൽ കണമകലം, 24 ജിദ്ദ. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്. ക്രിസ്മസ് പരീക്ഷയുടെ ഹയർ സെക്കൻഡറി ടൈം ടേബിളിൽ മാറ്റം വന്നിട്ടുണ്ട്. പരീക്ഷകൾ ഡിസംബർ 15 മുതൽ ജനുവരി 6 തീയതി വരെ നടക്കും. ഡിസംബർ 24 മുതൽ ജനുവരി 4 വരെയായിരിക്കും നിങ്ങളുടെ ക്രിസ്മസ് അവധി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ മാറ്റം വന്നത്. വൃശ്ചിക മാസ പുലരിയിൽ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ഇന്ന് പുലർച്ചെ തുടങ്ങിയ ഭക്തജന തിരക്ക് വൈകുന്നേരം വരെയും തുടർന്നു. തിരക്ക് വർദ്ധിച്ചതോടെ പമ്പ മുതൽ സന്നിധാനം വരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.